ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു മത്തങ്ങ കറി റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ആരെങ്കിലും പുതിയതായി ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഇന്നത്തെ മത്തങ്ങ കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ നല്ല നാടൻ മത്തങ്ങയാണ് എടുത്തിരിക്കുന്നത്. ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഗ്യാസൊക്കെ ഓണാക്കി ഒരു കുക്കർ ഇവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മത്തങ്ങ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. 300 ഗ്രാം മത്തനാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി മത്തങ്ങ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് തക്കാളിയാണ്. 1 തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇത് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ്. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ. തേങ്ങ അരയ്ക്കുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യമുള്ള പച്ചമുളക് ഇട്ട് അരയ്ക്കുന്നതാണ്. അതുകൊണ്ട് മുളക് പൊടി 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1 സ്പൂൺ ഉപ്പാണ് കേട്ടോ. ഉപ്പും കൂടെ ചേർത്തത് കൊണ്ടിട്ട് ഇനി നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് വേവിക്കാം. നല്ല നാടൻ മത്തനായത് കൊണ്ടിട്ട് തന്നെ നല്ല പൊടിയുള്ള മത്തനുമാണ് കേട്ടോ. അതുകൊണ്ട് അധികം നേരം വേവിക്കേണ്ട ആവശ്യം വരുന്നില്ല. കുക്കർ മൂടി വെച്ചതിന് ശേഷം 1 വിസിൽ അടിച്ചു കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ കുക്കർ ഞാൻ മൂടി വെച്ചിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ അരച്ചെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഞാൻ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. 2 ചെറിയ ഉള്ളി, കുറച്ച് പെരിഞ്ചീരകം, 2-3 അല്ലി വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അരയാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് അടിച്ചെടുക്കാം. അപ്പം ഞാനിത് തേങ്ങയൊക്കെ നല്ലപോലെ ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല സ്മൂത്തായി അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുക്കർ ഞാൻ 1 വിസിൽ അടിച്ചതിന് ശേഷം ഓഫാക്കി വെച്ചതാണ്. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പം മത്തനൊക്കെ ഇതാ നല്ല അടിപൊളിയായി വെന്ത് വന്നിട്ടുണ്ട്. ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല. അപ്പോൾ 1 വിസിൽ തന്നെ മതി കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഉപ്പ് നോക്കാവുന്നതാണ് കേട്ടോ. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ തേങ്ങയൊക്കെ ഞാനിതാ മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ തേങ്ങ ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. തിളച്ച് വന്നതിന് ശേഷം ഇതൊന്ന് വറവിട്ടെടുക്കാം. അപ്പോൾ തേങ്ങ ഇതാ നല്ല പോലെ തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി വറവിടാനായിട്ട് നമുക്ക് ഈ കുക്കർ ഒന്ന് മാറ്റി വെക്കാം. അപ്പം ഞാനിതാ ചെറിയൊരു പാത്രം വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ചൂടായി വന്നാൽ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം.
അപ്പോൾ പാത്രമൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ എണ്ണയൊക്കെ ഇതാ ചൂടായി വരുന്നുണ്ട്. ഈ എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുകൊക്കെ ഇതാ നല്ലപോലെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മത്തങ്ങ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള ഇത് ഉണ്ടാക്കിയെടുത്തത്, പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നായതുകൊണ്ട് തന്നെ ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കറിയാണിത്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഒക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. കമൻറ്റുകളൊക്കെ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും എല്ലാവർക്കും ബായ്.